നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എമ്പുരാൻ അഥവാ ലൂസിഫർ 2 മാർച്ച് 27 കാലത്ത് 6 മണിക്ക് റിലീസ് ചെയ്യുന്നു. എങ്ങും എമ്പുരാൻ മയമാണ്. കോളേജുകൾ അവധി പ്രഖ്യാപിക്കുന്നു. അതും കേരളത്തിന് പുറത്തുള്ള കോളേജുകളിൽ. ബാംഗ്ലൂരിൽ കോളേജുകൾ അവധി പ്രഖ്യാപിക്കുന്നു എമ്പുരാൻ ഷോയ്ക്ക് വേണ്ടിയിട്ട്. കേരളത്തിൽ സ്റ്റാർട്ടപ്പ് കമ്പനി എംപ്ലോയീസിന് ലീവ് കൊടുക്കുന്നു എമ്പുരാൻ സിനിമ കാണുന്നതിന് വേണ്ടി. അങ്ങനെ ആ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ പേരും നമ്മൾ അറിയാനിടയായി. പല കമ്പനികളും ഇതിലൂടെ ഫേമസ് ആകുന്നു. എമ്പുരാൻ ഷോ, എല്ലാവരും എമ്പുരാൻ കാണുന്നതിന് വേണ്ടിയിട്ട്. എങ്ങും എമ്പുരാൻ മയം. ബുക്ക് മൈ ഷോ വരെ ഹാങ്ങായി. അത്രയും അധികം ടിക്കറ്റുകൾ വിറ്റുപോകുന്നു. എവിടെയും എമ്പുരാൻ മയം. ബാംഗ്ലൂരിൽ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ 18 ഷോ ആണ് 27-ാം തീയതി ഉള്ളത്. അതായത് 4 സ്ക്രീനിൽ 18 ഷോ. ആ തിയേറ്ററിൽ മൊത്തം എമ്പുരാനാണ്. എങ്ങും എമ്പുരാൻ. അതായത് റിലീസ് കംപ്ലീറ്റ് ഒറ്റ ദിവസം കൊണ്ട് അവരെന്തോ റെക്കോർഡ് എടുക്കാനുള്ള പ്ലാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എമ്പുരാൻ്റെ റെക്കോർഡോ എമ്പുരാൻ ഷോയുടെ ഒന്നുമല്ല പറയാൻ പോകുന്നത്. മാർച്ച് 27 സിനിമ കാണാൻ പറ്റാത്തവർ മാർച്ച് 28-നോ 29-നോ മാർച്ച് 30-നോ ഒക്കെ ആയിട്ടായിരിക്കും സിനിമ കാണുക. ഫസ്റ്റ് ഷോ കണ്ടവർ, മാർച്ച് 27 6 മണിക്ക് ഷോ കണ്ടവർ ദയവ് ചെയ്ത് സിനിമയുടെ ഭാഗങ്ങളോ അല്ലെങ്കിൽ സിനിമയുടെ സസ്പെൻസോ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ചുള്ളതോ ഒന്നും ഔട്ടാക്കാതിരിക്കുക. നിങ്ങൾ എന്ത് ആകാംക്ഷയോടെയാണോ സിനിമ കണ്ടത് അതേ ആകാംക്ഷ ഞങ്ങൾക്കും വേണം. അതുകൊണ്ട് നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുക. ദയവ് ചെയ്ത് സസ്പെൻസ് പൊളിക്കാതിരിക്കുക. എമ്പുരാൻ ഒരു നല്ല സിനിമയാകട്ടെ. എമ്പുരാൻ്റെ വില്ലൻ ടോവിനോ ആണെന്നും പല ട്രോളുകളും പല ക്ലിപ്സും നമ്മൾ കാണുന്നുണ്ട്. രാജ് അങ്ങനെ പെട്ടെന്നൊരു വില്ലനെ സസ്പെൻസ് ഇല്ലാതെ പുറത്തിറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരുടെ പോലെ ഞാനും കാത്തിരിക്കുന്നു. മാർച്ച് 27 എമ്പുരാൻ.